15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന കേന്ദ്ര നിയമം സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി. പരിഹാരം കണ്ടെത്താൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആരോഗ്യവകുപ്പിലും പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലുമായി 100 കണക്കിന് വാഹനങ്ങളാണ് കട്ടപ്പുറത്തുള്ളത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ കൂട്ടത്തോടെ സ്ക്രാപ്പ് ചെയ്യുന്നതോടെ വിവിധ വകുപ്പുകളിൽ ഉണ്ടാവുക കടുത്ത വാഹനക്ഷാമം. ആരോഗ്യവകുപ്പിൽ കാലാവധി പൂർത്തിയായ 868 വണ്ടികളും മോട്ടോർ വാഹന വകുപ്പിൽ 68 വാഹനങ്ങളും സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. പോലീസിലും കട്ടപ്പുറത്താവുക നിരവധി വാഹനങ്ങൾ. വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആരോഗ്യ വകുപ്പിൽ തന്നെ ഏതാണ്ട് 868 വണ്ടികൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 68 വണ്ടി ഇപ്പം സ്ക്രാപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഈ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ. പക്ഷേ 15 വർഷം കഴിഞ്ഞു പോകുന്ന വളരെ 1,00,000 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ്. ഇത്രയും വാഹനങ്ങൾ ഒന്നിച്ചു വാങ്ങാനുള്ള പണമില്ലെന്ന് മന്ത്രി. പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ധനമന്ത്രിയുമായി ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞുവെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. പുതിയ വണ്ടി വാങ്ങാൻ നമുക്ക് പൈസയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചർച്ചയുണ്ട്. ധനകാര്യമന്ത്രിയായിട്ട് ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞു. പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പരിഗണിച്ചതിന് ശേഷം ഒരു ഫൈനൽ തീരുമാനം എടുക്കുമ്പോൾ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയധികം വാഹനങ്ങൾ കട്ടപ്പുറത്താകുന്നതോടെ ഈ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രൈവർമാരെ എന്ത് ചെയ്യുമെന്നതും വലിയ ചോദ്യചിഹ്നമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ്. എന്തായിരിക്കും ഈ കട്ടപ്പുറത്തുള്ള വാഹനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധി? അരുൺ, ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന സെൻട്രൽ ആക്ടിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ വലിയ വാഹന പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാഹനങ്ങൾ ഒറ്റയടിക്ക് വാങ്ങാനുള്ള ശേഷി ഇന്ന് സർക്കാരിനില്ലെന്ന് ഗതാഗത മന്ത്രി തന്നെ പറയുന്നു. ഈ ആരോഗ്യ വകുപ്പിൽ ഏതാണ്ട് 868 വാഹനങ്ങളാണ് ഇത്തരത്തിൽ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരിക. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിൽ 70ഓളം വണ്ടികളും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇത്തരത്തിൽ ബസ്സുകളടക്കം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പ്രതിസന്ധി ഈ വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയാണ്. ഇത്രയും വണ്ടികൾ ഒന്നിച്ചു വാങ്ങാനുള്ള ശേഷി ഇന്ന് സർക്കാരിനില്ല. പകരം ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഇത്തരത്തിൽ ആദ്യഘട്ട ചർച്ച പൂർത്തിയായെന്നും ഗതാഗത മന്ത്രി പറയുന്നു. ഈ മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾക്കെല്ലാം ഓരോ ഡ്രൈവർമാർ വീതമുണ്ട്. ഈ വണ്ടികളെല്ലാം കട്ടപ്പുറത്തായതോടുകൂടി ഇവരെ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇവർക്ക് ശമ്പളം സർക്കാർ തന്നെ നൽകുന്നുണ്ട്. ഈ വാഹനങ്ങൾ ഇല്ലാതെ വന്നതോടുകൂടി ഇവരെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന സമയം കൂടിയാണിത്. ഈ സമയത്ത് മോട്ടോർ വാഹന വകുപ്പിനടക്കം പരിശോധനകൾ നടത്തുന്നതിന് വാഹനങ്ങളില്ല. വാഹനങ്ങളുടെ വലിയൊരു ക്ഷാമമാണ് ഈ വകുപ്പുകളെല്ലാം തന്നെ ഉള്ളത്. ഇവരുടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിച്ചിരിക്കുന്നു. ഡ്രൈവേഴ്സ് ലേണിംഗ് ലൈസൻസ് ആ ടെസ്റ്റ് നടത്തുന്നതിനും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇല്ലാതായതോടെ വലിയൊരു ക്ഷാമമാണ് നേരിടുന്നത്. മാത്രമല്ല, ആരോഗ്യ വകുപ്പിലും 1000ഓളം വണ്ടികൾ, ഏതാണ്ട് 868 വാഹനങ്ങളാണ് കട്ടപ്പുറത്തുള്ളത്. ഈ വാഹനങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് മാറിയതോടുകൂടി ഈ ഒരു വലിയ പ്രതിസന്ധി അത് വിവിധ വകുപ്പുകളിൽ വലുതായി തന്നെ നിഴലിക്കുന്നുണ്ട്. മാത്രമല്ല, മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പോലീസ് വകുപ്പിൽ ഈ ബസ്സുകൾ അങ്ങനെ അധികമായി ഓടുന്ന ബസ്സുകളല്ല. പകരം ഈ ഒരു ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തേക്ക് മാറ്റുന്നതിന് മാത്രമാണ് ഈ ബസ്സുകൾ ഉപയോഗിക്കുന്നത്. ഈ പല ബസ്സുകളും നല്ല കണ്ടീഷനിലാണ്. 1,00,000 കിലോമീറ്റർ പോലും ഓടാത്ത ബസ്സുകളാണ് പോലീസിനുള്ളത്. പക്ഷേ 15 വർഷം പൂർത്തിയാക്കിയതോടുകൂടി ഈ ഒരു കാലപ്പഴക്കം മൂലം ഈ ബസ്സുകൾ പുറത്തിറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ വണ്ടികളെ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പകരം സംവിധാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ വിവിധ വകുപ്പുകളുമായി നടത്തിയ ഒരു ചർച്ചയ്ക്ക് ശേഷം, ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഒരു പ്ലാന് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വലിയ പ്രതിസന്ധിയാണ്. കേന്ദ്ര നിയമം നല്ലൊരു പണിയാണ് നൽകിയിരിക്കുന്നത്. 1,00,000 കിലോമീറ്റർ ഓടാത്ത പോലീസ് ബസ്സുകളടക്കം കട്ടപ്പുറത്ത് കേട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. ഇതിൽ തീർച്ചയായിട്ടും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇനിഷ്യേറ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിന് നഷ്ടം വരാൻ പോകുന്നത്. 1,00,000 കിലോമീറ്റർ ഓടാത്ത ബസ്സൊക്കെ കട്ടപ്പുറത്ത് ഈ കാലപ്പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടാവുന്നു. ഒരുപക്ഷെ കേന്ദ്ര നിയമത്തിലെ ഈ ഒരു ഇളവുകൾ അനുവദിച്ച് കിട്ടാൻ സാധ്യത അത് എത്രത്തോളം ഉണ്ട്? നമ്മൾ ഗണേഷ് കുമാറുമായി സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്?
അരുൺ, നിലവിൽ ഈ കേന്ദ്ര നിയമം അത് എല്ലാ വകുപ്പുകളെയും ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ KSRTC അടക്കം ഇത് ബാധകമാണ്. കാരണം KSRTC ബസ്സുകളടക്കം ഇത്തരത്തിൽ 15 വർഷം പൂർത്തിയാക്കിയ ബസ്സുകളാണ്. പക്ഷേ ഈ നേരത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഈ സർക്കാർ വകുപ്പുകളുടെ ഒരു പ്രവർത്തനത്തെ തന്നെ അത് താളം തെറ്റിക്കും. കാരണം നമുക്കറിയാം, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യ മേഖല, ഇത് പോലീസ്, ഈ 3 മേഖലയിൽ വണ്ടികൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇനി നിലപാടിൽ ഒരു അയവ് വരുത്താനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയാൽ മാത്രമേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകാൻ സാധിക്കൂ. പക്ഷേ അതിനും സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കേന്ദ്രം ആയില്ല എന്നൊരു നിലപാട് തന്നെയാണുള്ളത്. സംസ്ഥാനം ഇതിന് അടിയന്തരമായി തന്നെ ഇതിലൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. അരുൺ, അഷിൻ ഡിയാഗോയാണ് റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര നിയമപ്രകാരം 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ കട്ടപ്പുറത്ത് കയറ്റേണ്ടി വരും. അങ്ങനെ കട്ടപ്പുറത്ത് കയറ്റിയാൽ ആരോഗ്യ വകുപ്പിലും KSRTCയിലും പോലീസിലുമായി നൂറുകണക്കിന് വാഹനങ്ങളുണ്ട്. അവയിൽ പലതും 1,00,000 കിലോമീറ്റർ പോലും ഓടാത്തതാണ്. സർക്കാർ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് അഷിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകളോ ഇളവുകളോ ഒക്കെ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുമാണ്.